പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദാ ഈ കാണുന്ന 2 മെറ്റീരിയലും കൂടി ചേർത്തിട്ട് ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു ലെയേർഡ് ഫ്രോക്കാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഏകദേശം 5 മീറ്ററോളം വരുന്നുണ്ട്. നമുക്കൊരു 3.5 മീറ്റർ മുതൽ 4 മീറ്റർ വരെ ക്ലോത്ത് മതിയാവും ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഫ്രോക്കിൻ്റെ ടോപ്പ് പാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ മെറ്റീരിയൽ ഇതുപോലെ 4ആയിട്ട് മടക്കിയിടുന്നുണ്ട്. അതിൽ നമുക്ക് ടോപ്പ് പാർട്ടിന് ആവശ്യമുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ടോപ്പിന് എനിക്ക് വേണ്ടത് 16 ഇഞ്ച് ലെങ്ത്താണ് ടോപ്പിന് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് 16 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് 17.5 ഇഞ്ചിൽ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന ഭാഗം നമുക്ക് സ്കേർട്ടിൻ്റെ ലെയറൊക്കെ ചെയ്യാനെല്ലാം ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിന് 17.5 ഇഞ്ച് വരുന്നുണ്ട്. ഇനി ഷോൾഡർ 7.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. ആം ഹോളും അതുപോലെ 7.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അത് രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് വരച്ചെടുക്കാം. ഇനി ചെസ്റ്റിൻ്റെ 4/1 ഭാഗം മാർക്ക് ചെയ്യണം. അപ്പോൾ 42 ഇഞ്ചാണ് എൻ്റെ ചെസ്റ്റ് വരുന്നത്. 4/1 ഭാഗം 10.5 വരും. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി വേസ്റ്റ് വരെയുള്ള ലെങ്ത് എനിക്ക് 16 ഇഞ്ചാണ് വരുന്നത്. അത് ഞാനിവിടെ മാർക്ക് ചെയ്തു. താഴത്തോട്ടുള്ളത് സീം അലവൻസ് ആണ്. ഇനി വേസ്റ്റ് റൗണ്ട് എനിക്ക് 40 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ 4/1 ഭാഗം 10 ഇഞ്ച് മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്തു. എന്നിട്ട് ചെസ്റ്റും വേസ്റ്റും കൂടി ഒന്ന് യോജിപ്പിച്ച് വരച്ചു. ഇനി നെക്ക് വിഡ്ത്ത് ഞാൻ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഞാൻ 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതും മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്ക് നെക്കിന് ഞാൻ 3 ഇഞ്ചാണ് എടുക്കുന്നത്. അതും കൂടി ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ട് അതും കൂടി വരച്ചെടുത്തു. ഇനി ഇവിടെ ഈ ആം ഹോളിൻ്റെ അവിടുന്ന് കോർണറിലേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ കർവ് വെച്ചിട്ട് ബാക്ക് ആം ഹോൾ വരച്ചെടുത്തു. ഇനി ഉള്ളിലോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് ഇത് കർവ് ഇതുപോലെ കയറ്റി വെച്ചിട്ട് ഫ്രണ്ട് ആം ഹോളും കൂടി വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ബാക്ക് ആം ഹോൾ വഴിയാണ് കട്ട് ചെയ്യേണ്ടത്. അതിന് ശേഷം ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ആ മാർക്ക് ചെയ്ത് അതിൽ കൂടി വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് കർവ് ചെയ്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ലെയറിന് വേണ്ടിയിട്ട് ഈ ഒരു മെറ്റീരിയലാണ് എടുക്കുന്നത്. ഈ മെറ്റീരിയൽ ഞാൻ ഇതുപോലെ 4ആയിട്ടൊന്ന് മടക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഫ്രോക്കിന് ഫുൾ ലെങ്ത്ത് 49 ഇഞ്ചാണ് വേണ്ടത്. അതിൽ ടോപ്പ് പാർട്ട് 16 ഇഞ്ച് വരും. ബാക്കി കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 33 ഇഞ്ചസ് ആണ്. ആ 33 ഇഞ്ചസിനെ ഞാൻ 3 ലെയറായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഓരോ ലെയറും 11 ഇഞ്ച് വീതം വരും. അതിൽ 11 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ ഓരോ ലെയറിനും ഓരോ ഇഞ്ച് സീം അലവൻസും കൂടി ചേർക്കണം. അങ്ങനെ 12 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ ഈ ഓരോ പീസും കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയറിന് വേണ്ടി ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം അത് വെച്ചിട്ട് തേർഡ് ലെയറിന് വേണ്ടിയും സെയിം മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതും കൂടി ഇതുപോലെ ഇത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സെക്കൻഡ് ലെയറിന് വേണ്ടി ഈ ഒരു മെറ്റീരിയൽ എടുക്കുന്നുണ്ട്. അപ്പം ഓരോന്നിനും ഒരേ ലെങ്ത്താണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 3 ലെയറിനും വേണ്ടി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ, അങ്ങനെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിലാണ് ഓരോ ലെയറും വരുന്നത്. ഇതുപോലെയാണ് 3 ലെയറും വരിക. ഇനി നമുക്ക് ഈ ഒരു ടോപ്പ് പാർട്ട് ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ ഈ താഴത്തെ ഭാഗം ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് 24 ഇഞ്ചോളം വരുന്നുണ്ട്. നമ്മൾ സ്കേർട്ട് പാർട്ടിൽ ഓരോ ലെയറിനും 12 ഇഞ്ച് ലെങ്ത്ത് വരുമെങ്കിൽ എല്ലാത്തിൻ്റെയും വിഡ്ത്ത് വ്യത്യാസം വരും. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുക നോക്കാം നമുക്ക്. അപ്പോൾ ഈ ടോപ്പ് പാർട്ടിന് താഴത്ത് 24 ഇഞ്ച് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മളൊരു 10 ഇഞ്ചും കൂടി കൂടുതൽ വരുന്ന രീതിയിലാണ് ഈ ഒരു ക്ലോത്ത് എടുക്കുന്നത്. അപ്പോൾ ബാക്കിലും ഫ്രണ്ടിലും ഇതുപോലെ വരും കേട്ടോ. അപ്പോൾ ഇത് ടോട്ടലി എനിക്ക് 44 ഇഞ്ച് ഉണ്ട്.
പക്ഷെ നമുക്ക് ടോപ്പ് പാർട്ട് 24 ഇഞ്ച് ആയതുകൊണ്ട് 10 ഇഞ്ച് കൂടി കൂട്ടുമ്പം ഈ ഒരു ക്ലോത്ത് 34 ഇഞ്ച് മതി. അപ്പോൾ നമുക്ക് ഈ ഒരു 34 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഇതുപോലെ വെച്ചിട്ട് 10 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ടോട്ടൽ ഇത് 44 ഉണ്ട്, നമുക്ക് 34 മതി. അപ്പോൾ അത് ഞാനിവിടെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കട്ട് ചെയ്തെടുക്കുന്ന ബാക്കി പീസ് നമുക്ക് തേർഡ് ലെയറിൽ എക്സ്ട്രാ ലെങ്ത്ത് വേണ്ടി വരും. അപ്പോൾ ആ ഒരു ഭാഗം അതിൽ യൂസ് ചെയ്യാം നമുക്ക് ഈ ഒരു പീസ്. അപ്പോൾ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തെടുത്തു. ഫസ്റ്റ് ലെയറിന് 34 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. അപ്പോൾ സെക്കൻഡ് ലെയറിന് അതിനേക്കാളും ഒരു 10 ഇഞ്ച് കൂടുതൽ വേണം, 44 ഇഞ്ച് വേണം ഒരു ഭാഗത്തേക്ക്. അപ്പോൾ രണ്ട് പീസും ഇതുപോലെ വെച്ചിട്ട് ഞാനൊന്ന് അളന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് 44 ഇഞ്ച് തന്നെയാണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ ആ ക്ലോത്ത് നമ്മൾ അതുപോലെ തന്നെ ഉപയോഗിക്കുന്നുണ്ട് സെക്കൻഡ് ലെയറിന് വേണ്ടി. ഫ്രണ്ടിലും ബാക്കിലും 44 വരും കേട്ടോ, അത് രണ്ട് പീസ് ഉണ്ട്. ഇനി തേർഡ് ലെയറിന് വേണ്ടിയിട്ട് നമ്മൾ മെഷർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു പീസ് 44 ഉള്ളൂ. അതിൻ്റെ കൂടെ നമുക്കൊരു 10 ഇഞ്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യണം. അപ്പോൾ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത പീസില്ലേ ബാക്കി വന്ന്, അത് നമുക്ക് ഇതിൻ്റെ കൂടെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം ഈ ഒരു പീസ്. അപ്പോൾ തേർഡ് ലെയറിനുള്ള ക്ലോത്ത് നമുക്ക് 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഫസ്റ്റ് ലെയറിൽ കട്ട് ചെയ്തിട്ട് ബാക്കി വന്ന ഈ ഒരു പീസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ വെച്ചതിന് ശേഷം മേലെ ഒരു അരയിഞ്ച് ഒഴിവാക്കിയിട്ട് ബാക്കി ഭാഗം ഇതുപോലെ അളന്ന് നോക്കാം. അപ്പം 10.5 വരുന്നത് ആം ഹോളിൻ്റെത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ക്ലോത്ത് 4ആയി മടക്കി ഇട്ടിട്ടുണ്ട് രണ്ട് സ്ലീവിനും വേണ്ടി. അപ്പോൾ 10.5 നമുക്ക് കിട്ടിയത് അളവാണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ ആ അളവ് ഇവിടെ എടുത്തിട്ട് ഞാൻ ഇതുപോലെയാണ് അളവ് എടുത്തിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിലൊരു അര ഇഞ്ചോളം കൂടുതൽ വരുന്നുണ്ട്, അത് കുഴപ്പമില്ല, നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി സ്ലീവ് ലെങ്ത്ത് 16 ഇഞ്ചാണ് വേണ്ടത്. 1.5 ഇഞ്ച് സീം അലവൻസും ചേർത്തിട്ട് ഞാൻ 17.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതുപോലെ വരച്ചിട്ട് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഇവിടെ താഴെ നമുക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. അത് സീം അലവൻസ് ആണ്. എന്നിട്ട് ആ ലൈനിൽ 3.5 ഇഞ്ചിലൊരു മാർക്കിങ് കൊടുക്കാം. എന്നിട്ട് ഇത് ആ പോയിന്റിൽ നിന്ന് ഇതുപോലെ കോർണറിലേക്ക് ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ആ വരച്ചെടുത്ത ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൻ്റെ മിഡ് പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് അവിടുന്ന് നമുക്ക് ഇതുപോലെ ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ട് പുറത്തോട്ടേക്ക് ഒരു അര ഇഞ്ച് ഇങ്ങനെ കർവ് ഷേപ്പിൽ വരച്ചെടുക്കാം. ആ പോയിന്റിൽ നിന്ന് അകത്തോട്ടേക്ക് ഒരു അര ഇഞ്ചിൽ ഇതുപോലെയും വരച്ചെടുക്കാം ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ. അതിനുശേഷം നമുക്ക് സ്ലീവ് ഓപ്പണിങ്ങിൻ്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1.5 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് സ്ലീവ് ഇതുപോലെ നിവർത്തിയിടുക. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെയാണ് വെക്കേണ്ടത്. എന്നിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ അതിൻ്റെ ആ സെൻറ്ററിൽ നിന്ന് താഴത്തോട്ടേക്ക് ഇതുപോലെ ഒരു അര ഇഞ്ചിൽ ഉള്ളിലോട്ടേക്കൊന്ന് വരച്ചെടുക്കാം, ഈ ഒരു സൈഡ് മാത്രം. എന്നിട്ട് ആ ഭാഗം കട്ട് ചെയ്തെടുക്കാം. ആ ഭാഗമാണ് നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്തില്ലേ, ആ ഭാഗത്ത് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ സ്ലീവും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ നെക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നെക്ക് ചെയ്യുന്നത് ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത്. ഇതുപോലെ പേപ്പർ ക്യാൻവാസ് രണ്ടായി മടക്കിയിട്ട് അതിൽ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് 3.5 ഇഞ്ച്. താഴത്തോട്ടേക്ക് നെക്കിൻ്റെ ഇറക്കം ഞാൻ 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് രണ്ടും കൂടി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇവിടുന്ന് മേലോട്ടേക്ക് ഒരു 1.5 ഇഞ്ചിൽ ഞാൻ ഇതുപോലെ ഒരു മാർക്കിങ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് ഇതിൻ്റെ കോർണറിലേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം 1 ഇഞ്ച് പുറത്തോട്ടേക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ലൈൻ വരച്ചെടുക്കുന്നുണ്ട്. ഈ സൈഡിലും അതേപോലെ തന്നെ വരക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിലുള്ള നെക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം
ദാ ഇതുപോലെയാണ് കിട്ടുക. അത് ഞാൻ ഇതുപോലെ ഒരു ക്ലോത്തിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ചിട്ട് അയൺ ചെയ്ത് ഒട്ടിച്ചിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഈ സൈഡ് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയോ ചെയ്യാം. ഞാനപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ദാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ടോപ്പ് പാർട്ടിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ നല്ല വശത്ത് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്ത ഈ പീസ് ഇതുപോലെ സെൻറ്ററിൽ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ദാ ഈ മാർക്കിങ്ങിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇപ്പോൾ ദാ ഞാൻ ഈ മാർക്കിങ്ങിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ വേണ്ടാത്ത ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യം കൊടുത്ത സ്റ്റിച്ചിലൊന്നും തട്ടരുത്. സ്റ്റിച്ചിൽ തട്ടാതെ വേണം കട്ട് ചെയ്യാൻ. എന്നിട്ട് ഇതുപോലെ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം തിരിച്ച് പുറകിലോട്ടേക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ കാണിക്കുന്നത് ഈ മാർക്കിങ്ങിൽ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് നെക്ക് ചെയ്യാം. അപ്പോൾ ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാൻ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ യു ഷേപ്പിൽ തന്നെ വരച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദാ ഈ ഒരു സ്കെയിലിൻ്റെ വിഡ്ത്തിൽ 2 ഇഞ്ച് വരുന്നുണ്ട്. ആ ഒരു വിഡ്ത്തിൽ തന്നെ ഞാൻ ക്രോസ് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതാ നമുക്ക് ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തതിന് ശേഷം ഒരു സൈഡിലേക്കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഞാനത് മടക്കി ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തു. ഇനി സ്റ്റിച്ച് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ട് ഡയറക്റ്റ് ആ ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്താലും മതി. അതിന് ശേഷം ദാ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഇതേപോലെ ബാക്ക് പീസിൻ്റെ മേലേക്ക് ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് വെച്ചിട്ട് ഷോൾഡർ നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. 2 സൈഡിലും, ഈ സൈഡിലും അതുപോലെ ഇപ്പുറത്തെ സൈഡിലും ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം തിരിച്ച് അപ്പുറത്തോട്ടേക്ക് ഇടാം. എന്നിട്ട് നല്ല കറക്റ്റ് ലെവലാക്കി വെച്ചതിന് ശേഷം ആ ബാക്ക് നെക്കിൻ്റെ നമ്മളിപ്പോൾ അറ്റാച്ച് ചെയ്ത ക്ലോത്ത് ഉണ്ടല്ലോ, അത് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തൊന്ന് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. അയൺ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലെ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് ഞാനൊന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ അടിഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ വെച്ചിട്ട് സ്ലീവിൻ്റെ സെൻറ്ററിൽ ആ നോച്ചും അതുപോലെ ഷോൾഡർ ജോയിൻ്റ് അവിടെ കറക്റ്റാക്കി വെക്കുക. എന്നിട്ട് 2 സൈഡിലേക്കും നമുക്കിതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്, കറക്റ്റായിട്ട് തന്നെ വെക്കണം. അപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് കുഴിച്ച് കട്ട് ചെയ്തില്ലേ, ആ ഭാഗം ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ തന്നെ സ്ലീവ് വെക്കണം, മാറിപ്പോകരുത്. മാറിപ്പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഇടുമ്പം ആകെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ ഇതുപോലെ കറക്റ്റാക്കി വെച്ചിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് 2 സൈഡിലേക്കും. അപ്പോൾ 2 സ്ലീവും അതേപോലെ അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 2 സ്ലീവും ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോഡി പാർട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ തിരിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ നമ്മൾ എടുത്ത അളവുകളില്ലേ, ആ അളവുകൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സൈഡിൽ 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് അത് നമ്മളിതുപോലെ ആ സീം അലവൻസ് ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് കറക്റ്റായിട്ട് വരച്ചെടുക്കാം. വരച്ചെടുത്തിട്ട് ആ വരച്ച ലൈനിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ആ വരച്ച ലൈനിലേക്ക് കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് 2 സൈഡും. ഇനി നമുക്കിതിൻ്റെ സ്കേർട്ട് പാർട്ടാണ് ചെയ്യേണ്ടത്. സ്കേർട്ട് പാർട്ട് നമ്മൾ
ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയറിൻ്റെ ഈ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം, നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചെറിയ ചുരുക്കിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് മെഷീനിൽ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് നമുക്കിതിൽ ഒരു ലോങ് സ്റ്റിച്ച് ഈ ക്ലോത്തിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ താഴത്തെ ഭാഗം വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുരുക്ക് കിട്ടും. അപ്പോൾ ആ ചുരുക്ക് നമ്മൾ ഈ ടോപ്പിൻ്റെ താഴത്തെ ഭാഗത്തിന് കറക്റ്റായി വരുന്ന രീതിയിൽ നമുക്ക് വലിച്ച് ചുരുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഞാൻ ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ താഴത്തെ നൂല് പതുക്കെ ഇതുപോലെ വലിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ ചുരുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിൻ്റെ താഴത്തെ പാർട്ട് ഉണ്ടല്ലോ, ആ പാർട്ടിന് കറക്റ്റായി വരുന്ന രീതിയിൽ നമുക്ക് ഈ ചുരുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. എന്നിട്ട് അത് കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ വലിച്ച് ചുരുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഈ ചുരുക്ക് കറക്റ്റാക്കി അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ വെച്ചിട്ട് നമ്മൾ ആ ടോപ്പിൻ്റെ താഴത്തെ ഭാഗത്തെ അളവിന് കറക്റ്റാണോ എന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ടോപ്പ് അതിൻ്റെ താഴെ ഒന്ന് വെച്ച് അതിൻ്റെ മേലെ ഒന്ന് വെച്ച് നോക്കാം നമുക്കിതുപോലെ. അപ്പോൾ ഏകദേശം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ അളവൊന്ന് മെഷർ ചെയ്തെടുത്തിട്ട് കറക്റ്റാണോ നോക്കിയിട്ട് കറക്റ്റ് ആകുമ്പോൾ നമുക്ക് ആ മുകളിൽ നമ്മൾ ഇട്ട് കൊടുത്ത സ്റ്റിച്ച് ഉണ്ടല്ലോ വലിയുന്നത്, ആ സ്റ്റിച്ച് ഒന്ന് സ്ട്രോങ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയറിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ രണ്ട് പീസും കൂടി ഒന്നിൻ്റെ നല്ല വശത്ത് മറ്റേതിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ലെയറിന് ചെയ്തില്ലേ അതേപോലെ ജോയിൻ ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ നമ്മളിപ്പം റെഡിയാക്കിയെടുത്ത ഈ പീസിൽ ചുരുക്കിട്ട് കൊടുക്കണ്ടേ, അത് നമ്മൾ ഈ ഫസ്റ്റ് ലെയറിൻ്റെ അടിയിലത്തെ ഭാഗം വരുന്നുണ്ടല്ലോ അതിൻ്റെ അതേ അളവിലാണ് ചുരുക്കിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇതിലും ചുരുക്ക് റെഡിയാക്കിയിട്ട് ഇതിൻ്റെ അതേ അളവിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മൾ മൂന്നാമത്തെ പീസിലും സെക്കൻഡ് ലെയറിൻ്റെ അടിയിലത്തെ അളവിൽ ചുരുക്കിട്ട് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചുരുക്കിട്ട ഓരോ ലെയറും യോജിപ്പിച്ചെടുക്കണം. അപ്പം നമ്മളെടുത്ത ഫസ്റ്റ് ലെയറിൻ്റെ താഴെ ഇത് വെച്ചിട്ട് ഇതാ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ആ സൈഡിലേക്കൂടെ ഇങ്ങനെ വെച്ചിട്ട് ഈ അറ്റം മുതൽ മറ്റേ എൻഡ് വരെ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒന്നും കൂടി കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഈ ഫസ്റ്റ് ലെയറിൻ്റെ പീസ് ഇതുപോലെ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് സെക്കൻഡ് ലെയറിൻ്റെ നമ്മൾ ചുരുക്കിട്ടെടുത്ത ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ബാക്ക് വശം ഇതുപോലെ വെക്കുക. എന്നിട്ട് ഈ അറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ഇട്ടിട്ട് അത് രണ്ടും യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി അതേപോലെ തന്നെ നമ്മൾ റെഡിയാക്കിയെടുത്ത തേർഡ് ലെയറിൻ്റെ പീസ് ഉണ്ടല്ലോ അത് ഞാൻ ഇതേപോലെ തന്നെ ചുരുക്കിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആ പീസ് ഇതുപോലെ വെച്ചിട്ട് താഴത്തെ ഭാഗത്തും റെഡിയാക്കി എടുക്കുക. അങ്ങനെ 3 ലെയർ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗം നമുക്ക് ഒന്ന് രണ്ടായിട്ട് ഇതുപോലെ ആദ്യൊരു മടക്കും പിന്നെ ഒരു മടക്കും മടക്കി ചുറ്റും അടിച്ചെടുക്കുക. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് പോർഷനും സ്കേർട്ട് പോർഷനും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനു മുമ്പ് നമുക്ക് ഈ റെഡിയാക്കിയെടുത്ത സ്കേർട്ടിൻ്റെ ഭാഗം ടോപ്പിൻ്റെ താഴത്തെ ഭാഗത്തിന് കറക്റ്റായിട്ടാണോ ഉള്ളതെന്ന് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ചെയ്തെടുത്തപ്പം കറക്റ്റായിട്ട് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മാർക്കിംഗ് കൊടുക്കുക. ഈ ഒരു മാർക്കിങ്ങിൻ്റെ അവിടുന്ന് താഴത്തോട്ടേക്ക് നമുക്ക് ഇത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു സ്കേർട്ട് പോലെ ആക്കിയെടുക്കാം. ഈ ഭാഗം മുതൽ അങ്ങ് എൻഡ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ രണ്ട് സൈഡും കൂടി ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ചിട്ട് കഴിയുമ്പം നമുക്ക് ഇതുപോലെ നല്ല നീറ്റായിട്ടുള്ള ഒരു സ്കേർട്ട് പോലെ കിട്ടും. ഇനി നമുക്കിത് ടോപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഇത് ടോപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പ് ഇതുപോലെ വെക്കുക. രണ്ടിൻ്റെ നല്ല വശങ്ങൾ ഇതുപോലെ വെക്കുക. അതിനുശേഷം ഈ സ്കേർട്ടിൻ്റെ ഭാഗം തിരിച്ച് ടോപ്പിൻ്റെ ഈ താഴത്തെ ഭാഗത്തോട്ടേക്ക് ഇതേപോലെ വെച്ചിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ വെച്ചിട്ട് കറക്റ്റാക്കി നോക്കണം നമ്മളിത് കറക്റ്റായിട്ടാണോ കിട്ടുന്നതെന്ന്. അതിന് ശേഷം രണ്ടും കൂടി വെച്ചിട്ട് നമുക്ക് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുന്ന ഞാൻ കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളെ ടോപ്പിൻ്റെ താഴത്തെ ഭാഗം നല്ല വശവും സ്കേർട്ടിൻ്റെ മുകളിലത്തെ ഭാഗം നല്ല വശവും കൂടി ഇതേപോലെ വെച്ചിട്ട് കറക്റ്റാക്കി വെച്ച് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ.
അപ്പോൾ ദാ ഞാനത് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ദാ ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.